Good morning, all of you. ഫസ്റ്റ് ഓഫ് ഓൾ യൂടെക്കിന് എൻ്റെ പേരിലും എൻ്റെ ഫാമിലിയുടെ പേരിലും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ വൈകിയാണ് ഞാൻ എൻ്റെ പാഷൻ തിരിച്ചറിഞ്ഞത്. അപ്പോൾ ഒരുപാട് ഒന്ന് രണ്ട് ബാങ്ക് ഫീൽഡിലും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഫീൽഡിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെയൊന്നും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. പിന്നീടാണ് ഞാൻ തിരിച്ചറിയുന്നത് എൻ്റെ പാഷൻ എന്ന് പറയുന്നത് ടീച്ചിങ് ആണെന്ന്. അങ്ങനെയാണ് ഞാൻ ഇവിടെ യൂടെക്കുമായിട്ട് ബന്ധപ്പെടുന്നതും. ഇവിടെ വന്ന് ഫസ്റ്റ് കുറേ ടൈമിലൊക്കെ എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ്, ഹോസ്പിറ്റൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് മെൻ്റലി ഒരുപാട് ഞാൻ ഡൗൺ ആയി വീക്കായ സമയത്ത് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തത് എൻ്റെ മിസ്സാണ്. അശ്വതി മിസ്സും അതുപോലെ തന്നെ സജിത മിസ്സും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും എൻ്റെ ഹെൽത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഇഷ്യൂസൊക്കെ വെച്ചിട്ട് വറീഡായ സമയത്ത് അവർ തന്ന ആ ഒരു മെൻ്റൽ സപ്പോർട്ടാണ് ഇന്നെനിക്ക് എൻ്റെ കോഴ്സ് ഇത്രയും നന്നായിട്ട് പൂർത്തിയാക്കാൻ പറ്റിയത്. പിന്നെ എനിക്ക് ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊക്കെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകളായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നല്ല ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടി. നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്കും വീട്ടിലെ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഓർക്കാതെ നമ്മളൊരു സ്കൂൾ ജീവിതം, പഴയ ആ ഒരു സ്കൂൾ ജീവിതമൊക്കെ തിരിച്ചു കിട്ടിയ ഒരു മൊമെൻറ്റ്സ് ആയിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. ഫ്രണ്ട്സുമായിട്ട് ഫുൾ അടിച്ചു പൊളിച്ചൊരു ലൈഫ്. പിന്നെ നമുക്ക് നല്ലൊരു അപ്പാരറ്റസ് ലാബ് ഒരുക്കി തന്ന യൂടെക്കിന് വീണ്ടും ഒരു നന്ദി പറയുകയാണ്. കാര്യം ഇത്രയും നല്ലൊരു അപ്പാരറ്റസും ഇത്രയും ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അപ്പാരറ്റസ് നമുക്ക് പരിചയപ്പെടാൻ പറ്റി. അതൊക്കെ വളരെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത മൊമെൻറ്റ്സ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഡേ സെലിബ്രേഷൻസ്, ഒരു ഡേ പോലും മുമ്പൊക്കെ ഓരോ ഡേ വരുമ്പോഴും നമുക്ക് എന്താന്ന് പറഞ്ഞ് കളയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓരോ ഡേയും നമുക്ക് ഇന്ന ഡേ ആണല്ലേ, അന്ന് നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ആഘോഷിച്ച് അടിച്ചു പൊളിച്ച് ആ മൊമെൻറ്റ്സ്, ആ ഫോട്ടോസ്, അതൊക്കെ നമുക്ക് ലൈഫിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ അനുഭൂതി തന്നെയായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ ഓരോ ഡേ സെലിബ്രേഷൻസും മറക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ടീച്ചർ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരുപാട് മോട്ടിവേഷൻ തന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. നമുക്ക് പഠനത്തെക്കാൾ കൂടുതലും മോട്ടിവേഷൻസ് ആയിരുന്നു കൂടുതലും. അതുകൊണ്ട് തന്നെ നമുക്ക് പഠന ഭാരം അനുഭവപ്പെട്ടിട്ടില്ല. നമുക്ക് എല്ലാം ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ക്ലാസ്സിൽ. അതൊക്കെ പിന്നെ നമുക്ക് ടീച്ചിങ് പ്രാക്ടീസ്, നമ്മുടെ കൂടെ ഇരിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ് തന്നെ കുഞ്ഞു കുട്ടികളായിട്ട് നമ്മൾ കരുതിക്കൊണ്ട്, അവരാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കുഞ്ഞു കുട്ടികളാണെന്ന് കരുതിക്കൊണ്ട് നമ്മൾ അവരുടെ മുമ്പിൽ നിന്ന് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസും ഡിഫറെൻ്റ് ആയിരുന്നു. എന്തുകൊണ്ടും വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.